Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ആർട്ട് ആൻഡ് ക്രിയേറ്റ് സ്റ്റെയർസ് എന്ന പ്ലഗിൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2D പ്ലാൻസിനെ 3D സ്റ്റെയർ ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലഗിൻ ആണിത്. മാനുവലായി സ്റ്റെയർ മോഡലിംഗ് ചെയ്യാൻ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഏതൊരു ടൈപ്പിലുള്ള സ്റ്റെയറും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, ഇതിലൂടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഓട്ടോകാഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു സ്റ്റെയറിന്റെ പ്ലാൻ ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു 2D പ്ലാനിനെയാണ് സ്റ്റെയർ ക്രിയേറ്റർ എന്ന പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു 3D സ്റ്റെയർ ആയി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ഒരു സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഈ പ്ലാനിലുള്ള സ്റ്റെപ്സിന്റെ ഷേപ്സ് റെക്ടാങ്കിളോ ലൈനോ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റെപ്സിന്റെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി സ്നാപ്സ് ഓൺ ചെയ്യാം. 2.5 സ്നാപ്പ് ആണ് ഇവിടെ ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്നാപ്പിന്റെ സെറ്റിംഗ്സ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്നാപ്സ് എന്ന കാറ്റഗറിയിൽ വെർട്ടെക്സ് ആണ് ഞാൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് റെക്ടാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പ്ലാനിലുള്ള സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി സ്നാപ്പ് ചെയ്തുകൊണ്ട് റെക്ടാങ്കിൾ യൂസ് ചെയ്ത് ഈ സ്റ്റെപ്സ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ ഈ ഒരു ലാൻഡിങ്ങിൽ ഈ ഒരു സ്റ്റെയറിന് ഇതുപോലൊരു ഷേപ്പിലാണ് സ്റ്റെപ്സ് ഉള്ളതെന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ലൈൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഏതൊരു ഷേപ്പിലുള്ള സ്റ്റെപ്സും നമുക്ക് വളരെ ഈസിയായി ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വീണ്ടും റെക്ടാങ്കിൾ തന്നെയാണ് ബാക്കിയുള്ള സ്റ്റെപ്സിന്റെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സ്റ്റെപ്സും 2D ഷേപ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓട്ടോകാഡിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഈ ഒരു പ്ലാനിനെ ഞാൻ ഇതിൽ നിന്നും ഹൈഡ് ചെയ്യുകയാണ്. സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ചെയ്ത എല്ലാ ഷേപ്സും നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യാം. സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ചെയ്ത എല്ലാ ഷേപ്സും സെലക്ട് ചെയ്തതിന് ശേഷം ആർട്ട് ആൻഡ് ക്രിയേറ്റ് സ്റ്റെയർസ് എന്ന ഈ ഒരു പ്ലഗിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാം. ഹാൻഡ് റെയിൽ, സ്റ്റെയർസ്, പാരാമീറ്റേഴ്സ് എന്നിങ്ങനെയുള്ള കാറ്റഗറീസ് നമുക്കിതിൽ കാണാവുന്നതാണ്. സ്റ്റെയർസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഓപ്പൺ, ക്ലോസ്ഡ്, ബോക്സ് തുടങ്ങിയ 3 ടൈപ്പിലുള്ള സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണെന്ന് കാണാവുന്നതാണ്. ഇതിൽ ഡിഫോൾട്ടായി ക്ലോസ്ഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ആയിരിക്കുന്നത്. അടുത്തതായി ഇതിൽ പാരാമീറ്റേഴ്സിൽ സ്റ്റെയറിന്റെ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ തുടങ്ങിയ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ റൈസർ ഹൈറ്റ് A ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ത്രെഡ് B, നോസിംഗ് C, ആംഗിൾ നോസിംഗ് D എന്നിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്തതായി നമുക്കിവിടെ കാണാവുന്നതാണ്. റൈസറിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 170 ആണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ത്രെഡ്, നോസിംഗ്, ആംഗിൾ നോസിംഗ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വാല്യൂസ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി പിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാം. അതിനുശേഷം സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷേപ്സിൽ സ്റ്റെയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഈ സ്റ്റെയറിന്റെ ആദ്യത്തെ സ്റ്റെപ്പായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ഇതിൽ സെലക്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ ക്രിയേറ്റ് എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ ആക്റ്റീവ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ക്രിയേറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റെയർ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ ഒരു സ്റ്റെയർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. എഡിറ്റബിൾ പോളി ആയാണ് ഈ ഒരു സ്റ്റെയറിന്റെ മോഡൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമ്മൾ ജനറേറ്റ് ചെയ്തതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റെയർ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത പ്ലഗിൻ ക്ലോസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഷേപ്പുകളെല്ലാം വീണ്ടും സെലക്ട് ചെയ്ത് ക്രിയേറ്റ് സ്റ്റെയർസിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ഇതിൽ ചെയ്തുകൊണ്ട് വീണ്ടും സ്റ്റെയറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്റ്റെപ്സിനെ ഓപ്പൺ ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റെയറിന്റെ ടൈപ്പിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്തിരിക്കുകയാണ്.
റൈസറിൻ്റെ ഹൈറ്റ് 170 മില്ലിമീറ്റർ തന്നെ സെറ്റ് ചെയ്യാം. ത്രെഡ് 30, ആംഗിൾ നോസിംഗ് 30 എന്നിങ്ങനെയുടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യാം. നമ്മളുടെ ഒരു സ്റ്റെയർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് ബോക്സ് ടൈപ്പ് സ്റ്റെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷേപ്സിനെ സെലക്ട് ചെയ്ത് പ്ലഗിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. സ്റ്റെയർസിൻ്റെ ടൈപ്പിൽ ബോക്സ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായ റൈസർ ഹൈറ്റ്, ത്രെഡ് ഹൈറ്റ് എന്നിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഷേപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഈ ഒരു പ്ലഗിനിൽ ഹാൻഡ് റെയിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഷേപ്സ് സെലക്ട് ചെയ്യാം. ഇനി ഒരു പ്ലഗിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹാൻഡ് റെയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുകയാണ്. ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റെയിൽസ് ആക്റ്റീവ് ചെയ്തപ്പോൾ ഇതിൽ താഴെ ടോപ്പ് റെയിൽ, മിഡിൽ, ലോവർ റെയിൽ, വെർട്ടിക്കൽ റെയിൽ ഇവിടെ ആക്റ്റീവ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ പ്രൊഫൈൽ ടൈപ്പിൽ റൗണ്ട് ആയോ സ്ക്വയർ ആയോ ഇനി നമ്മൾ കസ്റ്റമൈസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തോ റെയിൽസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ റൗണ്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പ് റെയിൽ സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ റേഡിയസ്, ഹൈറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് സെറ്റ് ചെയ്ത് ഈ റെയിൽസിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി മിഡിൽ റെയിൽ, ഇതിൻ്റെ റേഡിയസ്, നമ്പർ തുടങ്ങിയ ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഡിഫോൾട്ടായി തന്നെ യൂസ് ചെയ്യാം. അടുത്തായി ലോവർ റെയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ റൗണ്ട് തന്നെയാണ് പ്രൊഫൈലിൽ സെലക്ട് ചെയ്യുന്നത്. റേഡിയസ് 30, ഹൈറ്റ് 180 എന്നിങ്ങനെയാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഇതിൽ റേഡിയസ് 20 തന്നെ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇനി വെർട്ടിക്കൽ റെയിലാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. വെർട്ടിക്കൽ റെയിലിലും റൗണ്ട് തന്നെ സെലക്ട് ചെയ്യുകയാണ്. താഴെ അറേഞ്ച് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെയിലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റെയർസ് എന്ന കാറ്റഗറിയിൽ റൈസർ ഹൈറ്റ് തുടങ്ങി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റെയറിൻ്റെ ഷേപ്സിൽ നിന്നും ഫസ്റ്റത്തെ സ്റ്റെപ്പ് പിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ക്രിയേറ്റ് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്റ്റെയർ ഹാൻഡ് റെയിലോട് കൂടി ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഏതൊരു ഷേപ്പിലും സ്റ്റെയർസിനെ വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സർക്കുലർ സ്റ്റെയറിൻ്റെ ഷേപ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്സിൽ നിന്നും ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി പാരാമീറ്റേഴ്സിൽ നമുക്ക് ആവശ്യമായ ചേഞ്ചസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റെയറിനെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആർട്ട് ക്രിയേറ്റ് സ്റ്റെയർ എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യുന്നതിലൂടെ പ്രൊജക്റ്റുകളിൽ മാനുവലായി സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടൈം സേവ് ചെയ്യാനും ഇതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊരു പെയ്ഡ് സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ ഈ ഒരു പ്ലഗിൻ യൂസ്ഫുൾ ആയി ഫീൽ ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.